എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജീവികളും ചുറ്റുപാടും എന്ന EVSലെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പേപ്പറും പേനയും വേണം. കാരണം ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരങ്ങൾ എഴുതണം, എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഹിമക്കരടിയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇപ്പം ഏത് ജീവിയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്? ഹിമക്കരടി അല്ലെങ്കിൽ ധ്രുവക്കരടി. മഞ്ഞ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന കരടി ഉണ്ടല്ലോ. നമ്മുടെ പാഠപുസ്തകത്തിൽ 2 സ്ഥലങ്ങളിൽ ആ കരടിയുടെ ചിത്രം വരുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകം പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആവാസ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അവിടെ ചിത്രത്തിൽ നമുക്ക് ഹിമക്കരടിയുടെ ചിത്രം കൂടി കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്താവനകൾ വായിക്കാം. കൊടും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ ഇവയുടെ ചർമ്മത്തിനടിയിൽ കൊഴുപ്പിന്റെ വലിയൊരു പാളിയുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലാണ് ഈ കരടി താമസിക്കുന്നത്, ഹിമക്കരടി അല്ലെങ്കിൽ ധ്രുവക്കരടി. അതികഠിനമായ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന പെൻഗിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. പെൻഗിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? ഇത്തരത്തിൽ കൊഴുപ്പിൻ്റെ ഒരു പാളിയുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ അത്തരത്തിലുള്ളൊരു സംരക്ഷണം ആർക്കുമുണ്ട്? ധ്രുവക്കരടി അല്ലെങ്കിൽ ഹിമക്കരടിക്കുമുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയാണ്. രണ്ടാമത്തത്, മഞ്ഞിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാനും ഇരപിടിക്കാനും ഇവയുടെ വെളുത്ത നിറം സഹായിക്കുന്നു. അപ്പോൾ ധ്രുവക്കരടിക്ക് ഏത് നിറമാണ് പൊതുവെ? വെളുപ്പ് നിറമാണ്. അത്തരം ഒരു നിറം അതിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? മഞ്ഞ് പ്രദേശങ്ങളിലാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താണ്? മഞ്ഞിന് വെളുത്ത നിറമാണ്. അതിൽ ഈ ഹിമക്കരടി വരുന്നത് പെട്ടെന്ന് അത് ഇരപിടിക്കാൻ പോകുമ്പോൾ അതിനെ ആരും ശ്രദ്ധിക്കില്ല. അതേപോലെ തന്നെയാണ് ഇതിനെ ആരും ആക്രമിക്കാൻ വരുമ്പോൾ ഇതിനെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. കാരണം മഞ്ഞിനും ഈ ഹിമക്കരടിക്കും ഒരേ നിറമായതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മരുഭൂമിയിലുള്ള ജീവികളുടെ പ്രത്യേകത പറയുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, മണലിൻ്റെ നിറമാണെന്ന്. അതേപോലെ ഇവിടെ എന്തിൻ്റെ നിറമാണ്? മഞ്ഞിൻ്റെ നിറമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, ഇവയുടെ ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങൾ മരുഭൂമിയിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇവയുടെ ശരീരത്തിലെ രോമങ്ങൾ മരുഭൂമിയിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഇവയെ സഹായിക്കുന്നത്? അല്ല, ഇവ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവയുടെ രോമക്കുപ്പായം അതിനെ സഹായിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്തത്, ശൈത്യകാലത്ത് ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ഇവ ദീർഘകാല നിദ്രയിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ്? കൊടും തണുപ്പുള്ള ശൈത്യകാലം എത്തിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് ഭക്ഷണം ലഭിക്കില്ല. സാധാരണ ഇതിൻ്റെ ഭക്ഷണം എന്തായിരിക്കും? അവിടെ ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങളായിരിക്കും. പക്ഷേ കൊടും തണുപ്പ് വന്നു കഴിഞ്ഞാൽ ആ ജലാശയങ്ങളുടെ ഉപരിപാളി മുകൾ ഭാഗമൊക്കെ ഐസായി കഴിയും. അപ്പോൾ എന്തിന് സാധിക്കില്ല? ഇതിൽ നിന്ന് വെള്ളത്തിനടിയിൽ നിന്ന് മത്സ്യത്തിനെ പിടിച്ച് ഭക്ഷണമാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കരടികളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മാർഗമാണ് ദീർഘകാല നിദ്ര, അതായത് ഹൈബർനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്യും? ദീർഘകാല നിദ്രയിലായിരിക്കും. നീണ്ട കാലം ഇവ വിശ്രമത്തിലായിരിക്കും, ഉറക്കത്തിലായിരിക്കും. അപ്പോൾ എന്താണ്? അതിൻ്റെ ശരീരത്തിലുള്ള ഊർജ്ജം നഷ്ടപ്പെടുന്നില്ല, വിശപ്പ് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു രീതി ഇവയുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഓക്കെ, ഹൈബർനേഷൻ. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായി വരുന്നത്? 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. കങ്കാരു എലിയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഓരോന്നായിട്ട് നമുക്ക് വായിച്ച് പരിശോധിക്കാം. കഴിക്കുന്ന വിത്തുകളിൽ നിന്ന് ഇതിന് ആവശ്യമായ ജലം ലഭിക്കുന്നു. നമുക്ക് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വിത്തുകളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ ജലം ലഭ്യമല്ലാത്തൊരു പ്രദേശമാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ചെറിയ അംശം ജലം പോലും ഇത് ഉപയോഗപ്പെടുത്തുന്നു. ശരിയായിട്ടുള്ള കാര്യം. ഇവയ്ക്ക് ഒട്ടകത്തെ പോലെ വെള്ളം സംഭരിച്ചു വെക്കാൻ മുതുകിൽ വലിയൊരു കൂനയുണ്ട്. അത്തരത്തിൽ മുതുകിലൊരു കൂനയുണ്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, തെറ്റായ കാര്യമാണ്. അടുത്തത്, ഇവയുടെ നീളം കൂടിയ പിൻകാലുകൾ കങ്കാരുവിനെ പോലെ ചാടി സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അത് നമ്മൾ പഠിച്ചു അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പേരും വന്നിട്ടുള്ളത്. അതെ, കങ്കാരു എലി എന്നുള്ള പേര് വരാനുള്ള കാരണവും അതിൻ്റെ നീളം കൂടിയ
പിൻകാലുകളുണ്ട്. അതിനെന്താണ്, ആ കാലുകൾ ഉപയോഗിച്ച് ചാടി ചാടി സഞ്ചരിക്കാനും സാധിക്കും. അത് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, ഇവ വിയർക്കുന്നതിലൂടെ ശരീരത്തെ എപ്പോഴും തണുപ്പിച്ച് നിർത്തുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇല്ല, കാരണം അവിടെ ജലം ഒട്ടും ലഭിക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? വിയർക്കുന്നില്ല. കാരണം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ശരീരത്തിലുള്ള ജലം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അവിടെ നമുക്ക് തെറ്റിടാൻ. ഇവിടെ എന്താണ് വേണ്ടത്? ശരിയായ കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏതൊക്കെയാണ് ശരി? 1, 3 എന്നിവ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? കുറേ ജീവികളുടെ പേരും അവയുടെ ശാരീരിക പ്രത്യേകതകളും അല്ലെങ്കിൽ അതിൻ്റെ അനുകൂലനങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ ജോഡികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അണ്ണാൻ, മരത്തിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന നഖങ്ങൾ. അപ്പോൾ അണ്ണാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്ത്? അതിൻ്റെ നഖങ്ങൾ. അതിന് മരത്തിൽ ഇത്തരത്തിൽ പിടിച്ച് കയറാൻ സാധിക്കണം. അതല്ലാതെ മറ്റെന്തൊക്കെ ശാരീരിക സവിശേഷതകളുണ്ട്? അതിൻ്റെ നിറം മരത്തിൻ്റെതുപോലെയുള്ള നിറമാണ്. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ അതിൻ്റെ വാലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് ചാടാനും ദിശ മാറ്റാനും ഒക്കെ ആ വാല് അതിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അണ്ണാൻ്റെ മരത്തിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന നഖങ്ങൾ ശരി ഉത്തരമാണ്. ശരിയത്. മുതല, ഇരയെ പിടികൂടാൻ സഹായിക്കുന്ന ബലമേറിയ താടിയെല്ലുകളും കൂർത്ത പല്ലുകളും. അപ്പോൾ മുതലയ്ക്ക് ഒരുപാട് അനുകൂലനങ്ങളുണ്ട്. അതിൻ്റെ താടിയെല്ലിന് നല്ല ബലമാണ്. അതിൻ്റെ വായ്ക്കുള്ളിൽ മറ്റേതെങ്കിലും ജീവി പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും ശക്തമായിട്ടാണ് അത് കടിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് മൂർച്ചയേറിയ പല്ലുകളുണ്ട്. അതിൻ്റെ വായയുടെ ആകൃതി തന്നെ കണ്ടില്ലേ? നല്ല രീതിയിൽ തുറക്കാൻ സാധിക്കുന്ന വായയാണ്. അപ്പോൾ വലിയ ജീവികളെ പോലും വായിലാക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ വാലിന് എന്താണ്? നല്ല ബലമാണ്. അപ്പോൾ അതിൻ്റെ വാലുകൊണ്ട് മറ്റുള്ള ജീവികളെ ഇത് ആക്രമിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്? അതിൻ്റെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും സ്ഥാനമുണ്ട്. തലയുടെ മുകൾ ഭാഗത്താണ്. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഈ മൂക്കും കണ്ണും മാത്രം പുറത്തേക്ക് കാണിച്ചിട്ട് ശരീരം ഒളിപ്പിച്ച് വെച്ച് മുതലയ്ക്ക് വെള്ളത്തിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ശരീരാകൃതിയുമൊക്കെ മുതലയുടെ അനുകൂലനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ബലമേറിയ താടിയെല്ലുകളും കൂർത്ത പല്ലുകളും ശരിയാണ്. അടുത്തത്, ഓന്ത്, സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതിനുള്ള ഗുണം എന്താണ്? അത് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ചുറ്റുപാടിൻ്റെ നിറം ഇതങ്ങ് സ്വീകരിക്കും. അപ്പോൾ ശത്രുക്കൾ പെട്ടെന്ന് അതിനെ ശ്രദ്ധിക്കില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ നാവിന് പശിമയുണ്ടാകും. അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ചിലന്തിയാണ്. ഇരയെ പിടിക്കാനായി ശരീരത്തിൽ നിന്നുള്ള ദ്രാവകം ഉപയോഗിച്ച് വല നെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചിലന്തി വല നെയ്യുന്നത്? അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ദ്രാവകം ഉത്പാദിപ്പിക്കും. അതുപയോഗിച്ചിട്ടാണ്. അതിന് എന്താണ്? പശിമയുണ്ടാകും. ജീവികളൊക്കെ, ചെറു പ്രാണികളൊക്കെ അതിലൊട്ടിപ്പോകും. അപ്പോഴാണ് ഇത് ഭക്ഷണമാക്കാൻ വേണ്ടി ആ പ്രാണികളെയൊക്കെ പിടികൂടുന്നത്. ഓക്കെ, അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഇവയെല്ലാം ശരിയല്ലേ? അതെ, ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, തവളയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ തവളയുടെ അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മുൻപ് ചോദ്യത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തവളകൾ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. എവിടെയാണ് മുട്ടയിടുന്നത്? വെള്ളത്തിലാണ്. എന്തുകൊണ്ടാണ്? അവയുടെ മുട്ടയ്ക്ക് എന്താണ്? തോടിന് അങ്ങനെ ഉറപ്പൊന്നുമില്ല. അപ്പോൾ വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജലാശയങ്ങളിൽ മുട്ടയിടുന്നത്. മാത്രമല്ല അതിൻ്റെ തവളയുടെ കുഞ്ഞുങ്ങളെ എന്താണ് വിളിക്കുന്നത്? വാൽമാക്രി എന്നാണ്. ഈ വാൽമാക്രികൾ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. പിന്നീടാണ് തവളയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടാണ് പിന്നീട് കരയിലേക്കൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ അല്ലേ? യെസ്. പിന്നെയോ, ഇവയുടെ തൊലി എപ്പോഴും നനവുള്ളതായിരിക്കും. അതിൻ്റെ തൊലിക്ക് പ്രത്യേകതയുണ്ട്. വഴുവഴുത്ത ശരീരം അല്ലെങ്കിൽ നനവുള്ള ത്വക്ക് ആണ്, തൊലിയാണ് തവളയ്ക്കുള്ളത്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത്, ഇവയ്ക്ക് കരയിൽ ശ്വസിക്കാൻ ചെകിളപ്പൂക്കളുണ്ട്. കരയിൽ വെച്ച് തവള ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചാണോ ശ്വസിക്കുന്നത്? അല്ല, ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. വെള്ളത്തിൽ വെച്ച് ഏത് അവയവം കൊണ്ടാണ് തവള ശ്വസിക്കുന്നത്? ത്വക്ക് ഉപയോഗിച്ചിട്ടാണ്. നനവുള്ള ഈ ത്വക്ക് എന്ന് പറഞ്ഞല്ലോ, തൊലിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ത്വക്ക് ഉപയോഗിച്ചിട്ടാണ് തവള വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്നത്. ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നത് ആരെന്നാണ് നമ്മൾ പഠിച്ചത്? ചെകിളപ്പൂ മത്സ്യമായിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണ് തെറ്റ്?
3 മാത്രം എന്നുള്ള ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയാണെന്ന് കരുതി 1, 2 എന്നിവ എന്നുള്ള ഓപ്ഷൻ ഡി തിരഞ്ഞെടുത്ത് പോകരുത്. പലപ്പോഴും പറ്റുന്ന തെറ്റാണത്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ഉഭയജീവികളെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1. കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന എല്ലാ ജീവികളും ഉഭയജീവികൾ ആണ്. ഉഭയജീവികളെ നമ്മുടെ പാഠപുസ്തകത്തിൽ നേരിട്ട് പഠിക്കാനില്ല, പക്ഷെ കഴിഞ്ഞ വർഷം ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു പുസ്തകത്തിൽ. മാത്രമല്ല തവളയൊരു ഉഭയജീവിയാണ്. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. മുൻ വർഷങ്ങളിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ് ഉഭയജീവികൾ. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ അറിഞ്ഞു വെക്കുക. കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന എല്ലാ ജീവികളും ഉഭയജീവികളാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല. കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രം പോരാ, വേറെയും പ്രത്യേകതകളുണ്ട്. എന്താണ്? കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളാണ് ഉഭയജീവികൾ. എന്തു വേണം? സഞ്ചരിച്ചാൽ മാത്രം പോരാ, കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കണം. അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം വെള്ളത്തിലായിരിക്കണം. നമ്മുടെ തവളയുടെ കാര്യം എടുക്കുക. തവള മുട്ടയിടുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ, വാൽമാക്രികൾ ജീവിക്കുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്. അവയ്ക്ക് വെള്ളത്തിലാണ് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും കാലം അത് വെള്ളത്തിലാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം. ജീവിതചക്രത്തിൻ്റെ ആ ഒരു ഭാഗം വെള്ളത്തിലാണ് ചെലവഴിക്കുന്നത്. പിന്നീടാണ് അതിന് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ കരയിലും വെള്ളത്തിലുമായിട്ടാണ് ഇവിടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. അത്തരത്തിലുള്ള നട്ടെല്ലുള്ള ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഉഭയജീവി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ പറയേണ്ടത്. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളാണ് ഉഭയജീവികൾ. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? പ്രസ്താവന 2 മാത്രമാണ്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഉഭയജീവി വിഭാഗത്തിൽ പെടുന്ന ജീവികളുടെ കൂട്ടം ഏതാണ്? അപ്പോൾ ഉഭയജീവി എന്താണെന്ന് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു. ഉഭയജീവിയിൽ പെടുന്ന ജീവികൾ മാത്രം വരുന്ന കൂട്ടമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഉഭയജീവികളിൽ നമുക്ക് അറിയുന്നതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? തവള. അത് നമ്മളോട് ഒരിക്കലും മറന്നു പോകരുത്. അത് കൂടാതെ വരുന്ന ഒരാളാണ് ആര്? സലമാൻഡർ. ഓക്കെ, അതും മറന്നു പോവേണ്ട, പേര് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് രണ്ടും ഉഭയജീവികളാണ്. അത് ശരിയായിട്ടുള്ളൊരു കൂട്ടമാണ്. രണ്ടാമത്തത് സിസിലിയൻ. പേരവിടെ പഠിച്ചു വെച്ചോ. സിസിലിയൻ എന്നാൽ ഉഭയജീവി ആണ്. അതിൻ്റെ കൂടെ വന്നത് പെൻഗിനാണ്. പെൻഗിൻ ഉഭയജീവിയല്ല. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കാൻ പറ്റുന്ന എല്ലാവരും ഉഭയജീവിയല്ല എന്നാണ് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പെൻഗിൻ ഉഭയജീവിയിൽ പെടുന്നതല്ല. നമുക്ക് അറിയുന്നതിൽ ആര് മാത്രമേ ഉള്ളൂ? തവള. ഇനി പുതിയതായിട്ടുള്ള കുറച്ച് ജീവികളെയാണ് കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. പെൻഗിൻ ഉഭയജീവി അല്ല. അടുത്തത് തവള ഉഭയജീവിയാണ്. ഇനി നമ്മൾ പുതുതായി പഠിക്കുന്ന ഒരാൾ ന്യൂട്ടും ഉഭയജീവിയാണ്. അപ്പോൾ ഈ ജോഡി ശരിയാണ്. അടുത്തത് ആമ. ആമയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? വെള്ളത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. കടലാമകൾക്ക് മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ ശ്വാസം എടുക്കാതെ നിൽക്കാൻ സാധിക്കും. പിന്നീട് വീണ്ടും മുകളിൽ വന്നിട്ട് ശ്വാസം എടുത്തിട്ട് വെള്ളത്തിനടിയിലൂടെ ഒരുപാട് സമയം, മണിക്കൂറുകളോളം സഞ്ചരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ആമ ഉഭയജീവി അല്ല. അടുത്തത് നീർക്കോലിയാണ്. നീർക്കോലിയും ഉഭയജീവിയിൽ പെടുന്നതല്ല. അപ്പോൾ ഇത് കൂട്ടം തെറ്റാണ്. ഇവിടെ ഏതൊക്കെയാണ് ശരിയായി വന്ന കൂട്ടം? 1, 3 ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഉഭയജീവികളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്? തവള, സലമാൻഡർ, സിസിലിയൻ, ന്യൂട്ട്. ഈ 4 പേരുകൾ നമുക്ക് അറിയുന്നതിൽ തവള മാത്രം. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന പല ജീവികളെയും നമ്മൾ ഓപ്ഷൻ തന്നിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കും. താറാവ് വരാം, മുതല വരാം, നീർക്കോലി വരാം. ഇത്തരത്തിൽ പല പേരുകളും തന്ന് മത്സ്യം വരാം നമ്മളെ പറ്റിക്കാൻ നോക്കും. പക്ഷേ ആര് മാത്രമേ നമ്മുടെ പരിചയക്കാരനുള്ളൂ? തവള മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ സാലമാൻഡർ, സിസിലിയൻ, ന്യൂട്ട്. ആ 4 പേരുകൾ മാത്രം നമ്മൾ അറിഞ്ഞു വെക്കണം. കാരണം ഈ 4 പേരുകളൊക്കെ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പേരുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജന്തുക്കൾ ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ പരസ്പര ആശ്രയത്വവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഉണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്, ശരിയിടാം. രണ്ടാമത്തത് സസ്യങ്ങൾ നൽകുന്ന ഓക്സിജൻ ജന്തുക്കൾ ശ്വസിക്കുന്നു. അപ്പോൾ സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന വേളയിൽ പുറത്തുവിടുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ. നമുക്ക് ശ്വസിക്കാൻ വേണ്ടതും ഏത് തന്നെയാണ്? ഓക്സിജനാണ്. അപ്പോൾ സസ്യങ്ങൾ നൽകുന്ന ഓക്സിജൻ ജന്തുക്കൾ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ലേ? അതെ, ശരിയാണ്, ശരിയിടാം. 3, വിത്ത് വിതരണത്തിനും പരാഗണത്തിനും ജന്തുക്കൾ സസ്യങ്ങളെ സഹായിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ
സസ്യങ്ങൾ കൊണ്ട് ജന്തുക്കൾക്കുള്ള ഉപകാരമായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞത്? വിത്ത് വിതരണത്തിനും പരാഗണത്തിനും ജന്തുക്കൾ സസ്യങ്ങളെ സഹായിക്കുന്നില്ല എന്നാണോ? സഹായിക്കുന്നുണ്ട് അല്ലെ? ഈ സസ്യങ്ങളുടെ വിത്തുകൾ വിവിധ സ്ഥലങ്ങളിൽ, മരങ്ങളുടെയൊക്കെ വിത്തുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പലതരം ജന്തുക്കൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ പരാഗണത്തിനും പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെ ഒരു പൂവിലെ പൂമ്പൊടി മറ്റു പൂവുകളിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിലാണ് പരാഗണം നടക്കുന്നത്. പക്ഷികളും അതിൽ സഹായകമാകുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് ചെടികൾക്ക് പ്രത്യുൽപാദനം നടത്താനൊക്കെ സാധിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല. കാരണം എന്താണ്? സഹായിക്കുന്നുണ്ട് എന്നായിരുന്നു നമുക്ക് വേണ്ടത്. നാലാമത്തത്, ജന്തുക്കൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മളും മറ്റുള്ള ജീവികളുമൊക്കെ ശ്വസിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴിവാക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾക്ക് ആഹാരമുണ്ടാക്കാൻ ആവശ്യമുള്ളതും ഇത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ജന്തുക്കൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ സസ്യങ്ങൾ വായുവിനെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ അവരുപയോഗിക്കുന്നു. എന്നിട്ടോ അവർ പുറത്തേക്ക് വിടുന്നതാവട്ടെ നമുക്ക് ആവശ്യമായ ഓക്സിജൻ. ഓക്കെ, അങ്ങനെയാണ് സസ്യങ്ങൾ വായുവിനെ ശുദ്ധീകരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണിത്. ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ള വരുന്നത്? 1, 2, 4. 1, 2, 4 എന്ന് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. എട്ടാമത്തെ ചോദ്യം, ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓരോ ജീവിക്കും വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ഇടമാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. അത് തന്നെയല്ലേ, ഒരു ജീവി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ആവാസ വ്യവസ്ഥ. അതിന് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ജീവി ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത്, ആവാസ വ്യവസ്ഥ മാറുന്നത് ജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. അത് ശരിയാണോ? നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയെ, ഒരു പശു ആകട്ടെ, ആ പശുവിനെ നമ്മൾ മരുഭൂമിയിൽ മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയി അവിടെ അതിന് ജീവിക്കാൻ സാധിക്കുമോ? അവിടുത്തെ വെള്ളമില്ലാത്ത സാഹചര്യവും കൊടും ചൂടുമൊക്കെ അതിന് അനുയോജ്യമാണോ? ഇല്ല, അത് അവിടെ നിന്ന് ചത്തുപോവുകയേ ഉള്ളൂ. ഇനി പോട്ടെ, മറ്റൊരു ജീവി, നമ്മുടെ നാട്ടിലുള്ള പൂച്ച, ഒരു സാധാരണ പൂച്ചയെ ഈ ധ്രുവപ്രദേശത്തിൽ മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയി അവിടെ ആ കൊടും തണുപ്പിനെ അതിജീവിക്കാൻ ഈ പൂച്ചയ്ക്ക് സാധിക്കുമോ? ഇല്ല. അതും പോട്ടെ, വെള്ളത്തിലുള്ള മീനിനെ എടുത്ത് കരയിലിട്ടു, ഒരു കാട്ടിൽ കരയിലിട്ടു, അത് മറ്റൊരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ ജീവിക്കാൻ സാധിക്കുമോ? അതൊന്നുമില്ല. അപ്പോൾ ആവാസ വ്യവസ്ഥ മാറുന്നത് ജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ഏത് മാത്രമാണ് ശരി? പ്രസ്താവന 1 മാത്രം, സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കൃഷിയിടങ്ങൾ ഉണ്ടാക്കാനായി കാടുകൾ വെട്ടിത്തെളിക്കുന്നത് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കില്ല. കൃഷിയിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാട് വെട്ടിത്തെളിക്കുന്നത് അല്ലേ? കൃഷിയിടം ഉണ്ടാക്കുന്നത് കൊണ്ട് കാട് വെട്ടിത്തെളിക്കുന്നത് പ്രശ്നമില്ലേ? ഉണ്ട്. കാട് വെട്ടിത്തെളിച്ചാൽ അവിടെയുള്ള ജീവികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും, അവയെ ബാധിക്കുന്നുണ്ട്. കൃഷി നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മൃഗങ്ങൾക്കും മറ്റുള്ള പക്ഷികൾക്കും പ്രാണികൾക്കും ഒന്നും വേണ്ടിയിട്ടല്ല അല്ലേ? അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ. രണ്ടാമത്തത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് അവിടുത്തെ ജീവികളുടെ നാശത്തിന് കാരണമാകും. ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പല ജീവികളുടെയും നാശത്തിന് കാരണമാകുന്നു. പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ആമയുടെ ശരീരത്തിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പല വസ്തുക്കളും കുടുങ്ങി നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്? ആ ജീവികളുടെ നാശത്തിന് കാരണമാകുന്ന കാര്യമാണ്. ഇത് ശരിയാണ്. സി, സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ജീവികളുടെ അതിജീവനത്തിന് തടസ്സമാണ്. സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ജീവികളുടെ അതിജീവനത്തിന് തടസ്സമാണോ? അല്ല, ഒട്ടുമല്ല. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഡി, അമിതമായ കീടനാശിനി പ്രയോഗം മണ്ണിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നു. അമിതമായ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ മണ്ണിലുള്ള ആവാസ വ്യവസ്ഥ നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല, നശിച്ചു പോവുകയാണ്. വിഷമാണല്ലേ അടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. ഇവിടെ ശരിയായി വരുന്നത് ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി ആണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നത് അവിടുത്തെ ജീവികളുടെ നാശത്തിന് കാരണമാകും. അത് നമുക്ക് തിരഞ്ഞെടുക്കാം.
ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ജലമലിനീകരണം, വായുമലിനീകരണം, മണ്ണ് മലിനീകരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. വാഹനങ്ങളുടെ പുക മണ്ണ്, വായു, ജലം എന്നിവയുടെ മലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ വാഹനങ്ങളുടെ പുക വായുവിനെ മലിനമാക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. മണ്ണിനെയും ജലത്തിനെയും മലിനമാക്കുന്നുണ്ടോ? ഈ വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ നിരവധി വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ വായുവിലേക്ക് കലരുന്നുണ്ട്. വായുവിലേക്ക് കലർന്നു കഴിഞ്ഞാലും അത് എവിടത്തേക്കാണ് പിന്നീട് അവസാനം വന്ന് പതിക്കുന്നത്? ചെറിയ കണങ്ങളൊക്കെ ഉണ്ട്, കരി പോലുള്ള കണങ്ങളൊക്കെ ഉണ്ട്. അതും ഈ വിഷവസ്തുക്കളും ഒക്കെ എവിടത്തേക്കാണ് പതിക്കുന്നത്? മണ്ണിലേക്കാണ്. സാധാരണ രീതിയിൽ തന്നെ അത് മണ്ണിലെത്തും. അതുകൂടാതെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളത്തിൽ കലർന്നും മണ്ണിലെത്തും. അപ്പോൾ വായുവിനെ മാത്രമല്ല മണ്ണിനെയും മലിനമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മണ്ണിലെത്തിയ വിഷപദാർത്ഥങ്ങൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചിട്ട് എവിടെ എത്തുന്നു? ജലാശയങ്ങളിലെത്തുന്നു. അതല്ലെങ്കിൽ നേരിട്ട് തന്നെ വായുവിൽ കലർന്നത് ആ മഴവെള്ളത്തിൽ കലർന്ന് വെള്ളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ജലത്തിനെയും മലിനമാക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ പുക എന്തിനെയൊക്കെ മലിനമാക്കുന്നു? മണ്ണ്, വായു, ജലം ഇവയെല്ലാം മലിനമാക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തത്. അമിതമായ കീടനാശിനി പ്രയോഗം മണ്ണിനെ മാത്രമേ മലിനമാക്കുകയുള്ളൂ. ശരിയാണോ? ഈ കീടനാശിനി അടിക്കുന്നത് സ്പ്രേ രൂപത്തിലായിരിക്കും അല്ലേ? അത് എന്തിൽ കലരുന്നു? വായുവിൽ കലരുന്നുണ്ട്. വായുവിനെ വിഷമയമാക്കുന്നു, വായുവിനെ മലിനമാക്കുന്നു. അപ്പോൾ ഈ വായുവിൽ കലർന്ന കീടനാശിനിയുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് പിന്നീട് എത്തുന്നുണ്ട്. അപ്പം മണ്ണിനെയും മലിനമാക്കുന്നുണ്ട്. പിന്നീടോ ഈ വയലിലൊക്കെ ജലമില്ലേ? ആ ജലത്തിലും ഈ കീടനാശിനിയുടെ ഭാഗങ്ങൾ എത്തുന്നില്ലേ? അപ്പോൾ അതിനെയും മലിനമാക്കുന്നില്ലേ? അപ്പോൾ മണ്ണിനെ മാത്രമേ മലിനമാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണോ? അല്ല, മണ്ണിനെയും വായുവിനെയും ജലത്തിനെയും ഒക്കെ മലിനമാക്കുന്നുണ്ട്. ഇത് തെറ്റാണ് ഇവിടെ പറഞ്ഞത്. മണ്ണിനെ മാത്രമേ മലിനമാക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഒന്ന് മാത്രമാണ് ശരി. ഓപ്ഷൻ എ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര സ്കോറാണ് ലഭിച്ചതെന്ന് പരിശോധിച്ചിട്ട് കമൻറ്റ് ചെയ്യുക.